വലിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ്. അവരെല്ലാം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരികയാണ്. നമസ്കാരം. KPCC ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം ഒടുവിൽ അതിര് കടന്നിരിക്കുകയാണ്. അതായത് BJP പ്രവർത്തകർ പോലീസ് കെട്ടിയ ബാരിക്കേഡുകളെല്ലാം തന്നെ പൂർണ്ണമായും അഴിച്ചു മാറ്റിക്കൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് ഈയൊരു പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. എന്തായാലും പ്രതിഷേധം അതിര് കടന്നു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ നിലവിലിപ്പോൾ BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. പ്രതിഷേധം അനുനയിപ്പിച്ചുകൊണ്ട് ഏറ്റവും അവസാനം അത് അവസാനിപ്പിക്കുകയായിരുന്നു. മേയർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടുകയും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിന് പിന്നാലെ പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു വനിതാ പ്രവർത്തകയെ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രമിച്ചു അല്ലെങ്കിൽ മുഖത്തടിച്ചു എന്നുള്ള ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് പ്രതിഷേധം അതിര് കടക്കുന്നതും പോലീസും അതുകൂടാതെ പ്രവർത്തകരും ചെറിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നതും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർക്ക് നിലവിലിപ്പോൾ പരിക്ക് ഏറ്റിരിക്കുകയാണ്. അതായത് ജലപീരങ്കി അടിച്ചതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ്. അവരെല്ലാം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ നിലവിലിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും KPCCയിലേക്കുള്ള BJPയുടെ പ്രതിഷേധ പ്രകടന മാർച്ച് ഇപ്പോൾ അതിര് കടന്നിരിക്കുകയാണ്. റോഡിൽ കെട്ടിയ ബാരിക്കേഡുകളെല്ലാം തന്നെ നിലവിലിപ്പോൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. മുറുകെ കെട്ടിയ കയറുകളടക്കം നിലവിലിപ്പോൾ അഴിച്ചു മാറ്റി ബാരിക്കേഡുകൾ മറിച്ച് ഇട്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു വനിതാ പ്രവർത്തകയെ പോലീസ് അടിച്ചു എന്നുള്ള ആരോപണം അടക്കം ഉയർന്നു വരുന്നു. കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീടിനെ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾ നടന്നു, ആസൂത്രണം നടന്നു, ഗൂഢാലോചന നടന്നു. ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ. എന്തായാലും നിലവിലിപ്പോൾ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്തായാലും വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ KPCC ഓഫീസിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം, അതായത് സംഘർഷാവസ്ഥയിൽ അടക്കം എത്തി നിൽക്കുന്നു. ബാരിക്കേഡുകളെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബാരിക്കേഡ് പൂർണ്ണമായും അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അതായത് ഈ ഒരു KPCCയിലേക്ക് അതായത് പ്രതിഷേധം തടയുന്നതിനായി പോലീസ് ഒരുക്കിയ ബാരിക്കേഡുകളെല്ലാം തന്നെ നിലവിലിപ്പോൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയിരിക്കുന്നു. കയറെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്നു. അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുമോ എന്നുള്ള കാര്യം, അറസ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യം നിലവിലിപ്പോൾ വ്യക്തമല്ല. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രവർത്തകർ രോഷാകുലരായിരിക്കുകയാണ്. വനിതാ പ്രവർത്തകയെ അടിച്ചു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് നിലവിലിപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത്തരത്തിൽ കയറുകൊണ്ട് വലിയ രീതിയിൽ കെട്ടിയ ബാരിക്കേഡാണ് പൂർണ്ണമായും നിലവിലിപ്പോൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയിരിക്കുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ച് എന്തായാലും പോലീസ് നിലവിലിപ്പോൾ പ്രവർത്തകരെ വളഞ്ഞിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടതുണ്ട്. പ്രവർത്തകർ നിലവിലിപ്പോൾ പറയുന്നത്, അതായത് ഈ ഒരു വനിതാ പ്രവർത്തകയെ അടിച്ചത് ആരാണ് അതറിയണമെന്നുള്ള ആവശ്യമാണ് അവർ നിലവിലിപ്പോൾ ഉയർത്തുന്നത്. ഇതിന് പിന്നാലെയാണ് ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ തകർക്കുന്നതും ഈ ഒരു ബാരിക്കേഡ് മറികടന്ന് പോലീസ് വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതും. എന്തായാലും ശക്തമായി തന്നെ ഇവർ പറയുകയാണ്, ആ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് കൊണ്ടുവരണം, അവനെ ഞങ്ങൾക്ക് കാണണം എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇതിലാണ് ഇപ്പോൾ
വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ടു നൽകും. ആരാണ് എന്ന്, അതായത് ഞങ്ങളുടെ സഹോദരി അടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എന്തായാലും മേയർ അടക്കം നിലവിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അടക്കം എല്ലാവരും തന്നെ ഉണ്ട്. ഇവർ അനുനയിപ്പിക്കാനുള്ള ശ്രമം നിലവിലിപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മേയർ അടക്കമുള്ളവർ നിലവിലിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നു. അവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് മറുവശത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ഒരു അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ മുഖത്ത് പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ അടിച്ചു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത്. അവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം. പരമാവധി അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിലിപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൂപ് ആന്റണി അടക്കം നിലവിലിപ്പോൾ ഇടപെട്ടിരിക്കുന്നു. എന്തായാലും പ്രതിഷേധം അനുനയിപ്പിക്കാൻ തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് അടിച്ചത്, അങ്ങനെ അടിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ മോശമായ സംഭവം തന്നെയാണ്. അതായത് ഒരു സ്ത്രീയുടെ മുഖത്ത് മകൻ്റെ പ്രായമുള്ള ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം തണുപ്പിക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ BJPയുടെയും അതുകൂടാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങളിൽ അയവ് വരുത്താനുമാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിലിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായും അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പുറത്തേക്ക് വിടൂ എന്നുള്ള ആവശ്യം തന്നെയാണ് BJP പ്രവർത്തകർ നിലവിലിപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഈ ഒരു പ്രതിഷേധ മാർച്ച് അവസാനിക്കുന്ന സമയത്താണ് വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിൽ പ്രവർത്തകർ നീങ്ങുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി CJPക്ക് അനുകൂലമായി എടുത്ത നിലപാടിൽ വലിയ പ്രതിഷേധം തന്നെയാണ് BJP തലസ്ഥാനത്തും നിലവിലിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. KPCC ഓഫീസിലേക്കാണ് സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധം തന്നെ ഉയർത്തും എന്നുള്ളതാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.